ഇത് നമ്മുടെ ബാംഗ്ലൂർ കോരമംഗലയിലുള്ള ഉണ്ണിച്ചേട്ടൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അലൂമിനിയത്തിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാനായിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഈ വീടിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പൊളിച്ചിട്ടേക്കുമായിരുന്നു ഓൾറെഡി. അപ്പോൾ നമ്മളിവിടെ അലൂമിനിയത്തിൻ്റെ ഇൻറ്റീരിയറാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കിയായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ആ വീടിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അടുക്കളയാണ്. ഇതാണ് ഈ വീടിൻ്റെ അടുക്കള. അപ്പോൾ ഇവിടെ തടിയുടെ ഇൻറ്റീരിയറാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ തടിയുടെ ഇൻറ്റീരിയർ ചെയ്തിട്ട് അത് മൊത്തം പൊളിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ ടൈലെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ താഴെ മാത്രമാണ് നമ്മൾ ടൈലിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഭിത്തിയിൽ നമ്മൾ ടൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഇതിന് ടൈലിടണം. ആ കൂട്ടത്തിൽ തന്നെ ഇവിടെ നമ്മൾ കബോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടും അലൂമിനിയം ഫ്രെയിമിനകത്ത് ഗ്രാനൈറ്റ് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 4 ഇഞ്ച് സെക്ഷൻ 4 സെക്ഷൻ ഇട്ട് നമ്മൾ സ്കേർട്ടിങ് വെച്ച് നമ്മുടെ ആ ഒരു ടൈലിൻ്റെ പൊക്കമാക്കി അതിനുശേഷം നമ്മൾ ഡബിൾ ലിപ്പാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ ലിപ്പ് സെക്ഷൻ്റെ അകത്ത് നമ്മൾ 1.25 ഇഞ്ചിൻ്റെ സ്ക്വയർ വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ക്ഷമിക്കണം 1.25 സെക്ഷൻ വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഷീറ്റ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടോ, ഇത് ഇവിടുത്തെ ടാൻഡമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 4-5 ടാൻഡം നമ്മൾ ഒരുമിച്ച് ഇതുപോലെ സ്ലൈഡ് ചെയ്യുന്ന രീതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് 3 ടാൻഡം ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ വീട്ടിലത്തെ വർക്കുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രെയിം എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ഷീറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഗ്രേ ഷീറ്റാണ് ഇട്ടേക്കുന്നത്, മൊസൈക്ക് ലാമിൻ്റെ ഷീറ്റാണ്. അതുപോലെ തന്നെ മിറാക്കിളിൻ്റെ ഷീറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഗ്ലാസ്, അതുപോലെ തന്നെ ഇതിനകത്തെല്ലാം ഹാൻഡ് സെക്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങളിത് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഡബിൾ സൈഡ് സെക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മേൽ കയറി ഇരുന്നാൽ പോലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അത്ര സ്ട്രോങ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 19 mm ഗ്രാനൈറ്റാണ് ഇട്ടേക്കുന്നത്. ആ ഗ്രാനൈറ്റിൻ്റെ ഫ്രണ്ട് വശത്ത് മാത്രം ഡബിൾ ലെയർ കൊടുത്തിട്ട് ബാക്കി പുറകോട്ട് നമുക്ക് 19 mm സിംഗിൾ ലെയർ ആയിട്ടേക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്തെല്ലാം സോഫ്റ്റ് ക്ലോസർ, അതുപോലെ എപ്പോടെ ക്ലോസറാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാം നമ്മൾ ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ബാംഗ്ലൂർ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ബന്ധപ്പെട്ടാൽ നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ ലോ കോസ്റ്റിൽ നല്ല ക്വാളിറ്റിയിൽ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോബ് വെക്കാനുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ സ്ലൈഡിങ് വിൻഡോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വിൻഡോ ആയിരുന്നു. ആ വിൻഡോയുടെ ഏകദേശം ഒരു 2 അടി നമ്മൾ മറച്ചിട്ടുണ്ട്. ബാക്കി സ്പേസിൽ നമ്മൾ സ്ലൈഡിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഡ്രോവറാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഏകദേശം ഒരു 30 ഇഞ്ചോളം നമുക്ക് ആ ഒരു ടാൻഡത്തിൻ്റെ വീതിയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തെല്ലാം ഡബിൾ സൈഡ് ഷീറ്റായി ചെയ്തേക്കുന്നത് കേട്ടോ. അകത്ത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ഡോറിൻ്റെ പുറത്ത് നമ്മൾ ഷീറ്റ് വെച്ചാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അടുക്കളയിലൊക്കെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം വീണാൽ നമുക്ക് 100% നനയത്തില്ലെന്ന് പറയാം. അതുപോലെ തന്നെ നനഞ്ഞാലും പ്രശ്നമില്ല. അതുപോലെ വാട്ടർ പ്രൂഫാണ്, 100% വാട്ടർ പ്രൂഫാണ്. അതുപോലെ തന്നെ ചെതല് പിടിക്കില്ല. ഈ നമ്മൾ മഴയൊക്കെ തണുപ്പ് കാലം വരുമ്പോൾ ഡോർ അടയാതിരിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഇതിനകത്ത് വരത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസും വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് നല്ല കുറഞ്ഞ രീതിയിൽ നമുക്കിതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ ആദ്യം കാണിച്ചായിരുന്നല്ലോ, ഇവിടെ ഒരു ഹാൾ പാർട്ടീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 4 1/4 സെക്ഷനകത്താണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഇവരുടെ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും കൂടെ തിരിച്ചൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഒരു 12 അടി വീതിക്ക് തന്നെ നമ്മൾ 9 അടി പൊക്കത്തിന് നമ്മൾ TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള TV യൂണിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 5 ഡോറും നടുക്ക് നമ്മളൊരു ഗ്ലാസ് പോർഷനാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെറ്റ് ഓഫ് ബോക്സ് വെക്കാം. ബാക്കിയെല്ലാം ചെറിയ ചെറിയ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ ഇതെല്ലാം നമ്മൾ ഡബിൾ സൈഡ് ഷീറ്റ് ഇട്ട് ഡബിൾ ലിപ്പിൻ്റെ 1 ഇഞ്ചിൻ്റെ ഡബിൾ ലിപ്പ്. അപ്പോൾ ഏകദേശം 1.32 mm എന്നാണ് നമുക്ക് സ്ക്വയർ ട്യൂബിൻ്റെ വലുപ്പം വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീടിലെ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ആകെപ്പാടെ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. താങ്ക് യു.